വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. കുറേ ആയി വിചാരിക്കണു ഒരു വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു മടിയിലിങ്ങനെ നിൽക്കിയിരുന്നു. അപ്പം ഇന്ന് ഏതായാലും ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് സമയം 7 മണിയാണ് കേട്ടോ. രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡും മക്കളൊക്കെ സ്കൂൾക്കും കടയ്ക്കൊക്കെ പോയതിന് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ മുറ്റടിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ മുറ്റടിക്കലെല്ലാം തീർന്നിട്ട് അകത്തോട്ട് കയറിയതാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ സ്റ്റിച്ചിങ് റൂമിലേക്കാണ് കേട്ടോ പോണത്. ഇന്നത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങളും ചെറിയ രീതിയിലുള്ള കുക്കിങ്ങുമാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് റൂമിലേക്ക് പോകും കേട്ടോ. ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കുന്നത് രാവിലെ തന്നെ ചെയ്യും. മുകളിലാണ് കേട്ടോ സ്റ്റിച്ചിങ് റൂം. അപ്പോൾ തലേന്നത്തെ വർക്ക് കഴിഞ്ഞതിൻ്റെ എല്ലാ വേസ്റ്റും ഉണ്ട് താഴെ കിടക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു റൂമൊന്ന് ക്ലീൻ ചെയ്യണം. ഒരു രാത്രി 12 മണി വരെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള വർക്ക് എന്താ വെച്ചാൽ ഇന്നലെ ചെയ്ത് പകുതിയൊക്കെ വെച്ചിരുന്നത് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. പകുതി ഹുക്കൊക്കെ തുന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഉറക്കം വന്നപ്പോൾ പിന്നെ പോയി കിടന്നുറങ്ങി. പിന്നെ ഈ ഒരു ബാക്കിയുള്ള ഹുക്ക് തുന്നിയിട്ട് ഇന്ന് ഉച്ചയാകുമ്പോഴേക്കിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ഹുക്ക് തുന്നൽ കഴിഞ്ഞിട്ടുണ്ട്. ഹെമ്മിങ് ചെയ്തെടുക്കലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു സ്ലീവിന് ബട്ടനൊക്കെ വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനൊക്കെ നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഈ ഒരു ബ്ലൗസിൻ്റെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് കവറിലാക്കി വെക്കാം. നമുക്ക് ഉച്ചയ്ക്ക് അവർ വരും കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു വർക്കാണ് കേട്ടോ. ഇതൊരു ചുരിദാറായിരുന്നു. ഇത് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാനേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇതൊരു പാരൽ പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൂടെ ഒന്ന് കവറിലാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കാണ് കേട്ടോ. ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഫ്രോക്കായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ തന്നപ്പോൾ പറഞ്ഞിരുന്ന ഫ്രണ്ടിൻ്റെ നെക്ക് മാത്രം ഒന്ന് ഇറക്കി വെട്ടാനായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പെട്ടെന്ന് നോക്കിയതിന് ശേഷമാണ് അവർ പറയുന്നത് ബാക്കിൻ്റെ നെക്കും കൂടെ ഒന്ന് വെട്ടിയടിക്കണം എന്നുള്ളത്. അപ്പോൾ നല്ല പണിയല്ലേ കിട്ടിയത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക് നെക്ക് ആദ്യം ഒന്ന് സിബൊന്ന് അഴിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട് അഴിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരുപാട് എന്താ പറയുക നല്ല ലോക്കൊക്കെ ഇട്ട് കണ്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് നല്ലോണം കൊടുത്തിരുന്നു. അപ്പോൾ നല്ല പണിയായിരുന്നു കേട്ടോ അഴിച്ചെടുക്കാനൊക്കെ ആയിട്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെറ്റും കൂടെ അല്ലേ. അപ്പോൾ തുണി കീറാണ്ട് ഈ നെറ്റിൻ്റെ തുണി കീറാണ്ട് വേണമല്ലോ അഴിച്ചെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഏതായാലും അഴിച്ചെടുത്തു. ഇനി ഒരു ബാക്ക് ഭാഗത്ത് ഒരു ക്രോസ് പീസ് വെച്ചിട്ടായിരുന്നു കേട്ടോ നെറ്റ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഭാഗം കൂടെ അഴിച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ കറക്റ്റ് അളവിന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ നെക്ക് ഇറക്കം കൂട്ടി കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ബാക്ക് ഭാഗത്ത് താഴെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഴിച്ചെടുക്കണം കേട്ടോ ആദ്യം. ഫസ്റ്റ് ഇതൊന്ന് അഴിച്ചിട്ട് കൊടുത്തിട്ട് ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് എലാസ്റ്റിക് സിബ് വെച്ച് കൊടുക്കാൻ പറ്റുക. ഇൻവിസിബിൾ സിബാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം പെട്ടെന്ന് വലിച്ചപ്പോൾ ഒന്നും കീറിപ്പോയി. കാരണം നമ്മൾ ഒരു സ്റ്റിച്ചൊന്നും അല്ല കേട്ടോ കൊടുക്കുക. 2-3 സ്റ്റിച്ച് കൊടുത്തിട്ടാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറുള്ളത്. നൂലൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും വലിച്ചപ്പോൾ ആ നെറ്റൊന്ന് കീറിപ്പോയി. അങ്ങനെ നല്ലൊരു പണിയാട്ടോ കിട്ടിയത്. അപ്പം നമ്മളല്ലേ അതും മറികടക്കും, അതിൻ്റെ അപ്പുറമുള്ളതും മറികടക്കും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഏതായാലും കീറിയത് കണ്ടപ്പോൾ പിന്നെ മതിയായിട്ടോ. പിന്നെ അതവിടെ വെച്ചിട്ട് ഞാൻ താഴേക്ക് പോയിട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, അതുപോലെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
ഉച്ചക്കേക്ക് ബീൻസ് ഉപ്പേരിയും മാന്തൾ മീൻ മസാല തേച്ച് വെച്ചിരുന്നു കേട്ടോ. ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ മസാല ഇതുപോലെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ്, ഫ്രീസറിൽ. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. മറ്റേത് സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മാക്സിമം സമയം ലാഭിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാറാണ്. പിന്നെ എന്താ, ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അകം ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആവാൻ നേരത്ത് പിന്നെ വീണ്ടും മേളിൽ കയറി കേട്ടോ. കാരണം ആ ഒരു ഫ്രോക്ക് അവിടെ ഉണ്ടല്ലോ പകുതി വെച്ചുകൊണ്ടിരിക്കണം. കസ്റ്റമർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കീറിപ്പോയ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അത് കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നെറ്റിൻ പ്ലീറ്റ്സ്ഡാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോക്ക് ഇട്ടാലൊന്നും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ കീറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി നമ്മളിവിടെ ഒന്ന് സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളവിടെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു മെഷീനിലാണ് കേട്ടോ. 1 സൈഡ് ഫൂട്ടാണ് വെച്ച് കൊടുത്തിട്ടാണ് സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിബ് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സിബ് വെച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സിബിൻ്റെ താഴെ വശം ഉണ്ടല്ലോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രോക്കിനൊരു ബോയൊക്കെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. 2.5 മീറ്റർ നെറ്റിൻ്റെ തുണിയായിരുന്നു കേട്ടോ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്തിനും അതുപോലെ പഫ് സ്ലീവിനും വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ. അതിൻ്റെ മേലെ ഈ ഒരു ലൈസ് വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോക്കിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു വർക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിതായാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സൂചി കൊണ്ട് ഉപയോഗിച്ചിട്ട് തുന്നിയെടുക്കുക തന്നെ വേണം. അങ്ങനെ അതൊക്കെ തുന്നിയെടുത്ത് പിന്നെ വന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ഷോൾ കേട്ടോ. ജോർജറ്റിൻ്റെ പീസിൽ നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ.